ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. നീണ്ട കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഞാനൊരു പുസ്തകം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ്. ആ പുസ്തകം വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. മോഡേൺ ബുക്ക് സെൻറ്ററിൽ ആയിരുന്നു ഞാൻ റിസർവ് ചെയ്തിരുന്നത്. സോ എനിക്ക് നേരത്തെ പരിചയമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരോട് പറഞ്ഞ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ലാസ്റ്റ് പോയിട്ട് ഈ ബുക്ക് വാങ്ങുന്നത്. കാരണം ഒത്തിരി ഡിലേ ചെയ്തിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങുന്നത്. പുസ്തകം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട്. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ. അതിൽ സൈൻഡ് ആയിട്ടുള്ള സൈൻഡ് ആയിട്ടുള്ള കോപ്പിയാണ് ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അധികം അങ്ങോട്ട് മോഡേൺ ബുക്ക് സെൻറ്റർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ബിക്കോസ് ഓഫ് മൈ ലിമിറ്റഡ് ടൈം. എന്തായാലും ഒരു ദിവസം കൂടെ ഇവിടെ വരേണ്ടി വരും എന്നുള്ളത് മനസ്സിലായി. കാരണം അത്രത്തോളം പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഒടുവിൽ ഇദ്ദേഹമായിട്ടുള്ള ഫോട്ടോ ഒത്തു. ചിത്ര സെൻറ്ററിൽ ഞാൻ ഇറങ്ങാൻ നേരത്താണ് ഇദ്ദേഹം വരുന്നത് തന്നെ. എനിവേ പുസ്തകം എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. പിന്നെ ആ പുസ്തകത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കണം, വിരലോടിക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. സോ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ നോട്ടോട് കൂടിയാണ് വരുന്നത്. അരുന്ധതി റോയുടെ തന്നെ ഫുൾ സിഗ്നേച്ചറിൽ. ഇതിനുള്ളിൽ ഒരു സിഗ്നേച്ചറുണ്ട്. ആ സിഗ്നേച്ചർ എനിക്ക് തോന്നുന്നു അവർ ഷോർട്ടൻ ചെയ്തതായിരിക്കണം. എനിവേ അപ്പോൾ ഈ പുസ്തകം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഉടനെ വായിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഒത്തിരി പേര് റിവ്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉടനെ വായിക്കാനായിട്ട് താല്പര്യം തോന്നത്തില്ല. കുറച്ച് കഴിഞ്ഞായിരിക്കും ഞാൻ വായിക്കുന്നത്. എനിവേ ഐ എം സോ ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി. ഇത്രയും നല്ലൊരു ദിവസം, ഈ ദിവസം എനിക്ക് ഓർക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഓരോ മൊമെൻറ്റ്സിനും താങ്ക്സ്. ബിക്കോസ് ചിലപ്പോൾ നമുക്ക് ലൈഫ് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുമ്പോഴാണല്ലോ ചില നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഈ പുസ്തകം വാങ്ങാൻ എന്നെ ഓർപ്പിച്ച എല്ലാ നിമിഷങ്ങൾക്കും നന്ദി. ഹാപ്പി റീഡിങ്.